അഞ്ജനം എന്നാൽ ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നൊരാൾ പറഞ്ഞാൽ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജനം എന്താണെന്ന് അറിയില്ല, മഞ്ഞൾ എന്താണെന്ന് അറിയില്ല, വെളുപ്പ് എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല കോൺഫിഡന്റ് ആയിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അയാൾ സംസാരിക്കുന്നു. ഈ പഴഞ്ചൊല്ലിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരും അദ്ദേഹത്തിന്റെ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഇടപെടലും. എന്താണ് യഥാർത്ഥത്തിൽ പള്ളുരുത്തിയിൽ നടന്നതെന്നോ എന്തായിരുന്നു ആ മുസ്ലിം വിദ്യാർത്ഥിനിയുടെ ആവശ്യമെന്നോ അതിനെതിരായിട്ട് ഒരു വാദം കൊണ്ടുവരുമ്പോൾ അതിന് കാണിക്കുന്ന ജഡ്ജ്മെന്റ് എന്തിനെ സംബന്ധിച്ചാണെന്നോ ഹിജാബിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നോ ഒന്നും അറിയാതെ നിരന്തരം വീഡിയോ ചെയ്യുക, ചാനലിൽ പോയി ചർച്ച ചെയ്യുക, എതിർപക്ഷത്തുള്ളവർ അജ്ഞതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുക, ഇങ്ങനെ ധാരാളം പണികളാണ് നമ്മുടെ പണിക്കർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ 2018 ഒരു വിധി തന്നെയുണ്ട്. ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു കേസ്. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഫുൾ സ്ലീവ് വസ്ത്രവും അതേപോലെ ശിരോവസ്ത്രവും ഒക്കെ തന്നെ ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവുകയും അത് സ്കൂൾ മാനേജ്മെന്റ് നിരാകരിക്കുകയും ചെയ്ത സമയത്താണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ സമയത്ത് ഹൈക്കോടതി പറഞ്ഞിരുന്ന വിധിയിൽ പറയുന്നത് ആ വിദ്യാർത്ഥിനി പഠിക്കുന്ന ഒരു വിദ്യാലയത്തിന് അവർ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ഒരു യൂണിഫോം ഉണ്ട് എങ്കിൽ ആ യൂണിഫോം പോളിസിക്കാണ് ഈ വിദ്യാർത്ഥിനിയുടെ വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. തന്നെയുമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിഷ്കർഷിക്കുന്നതിനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ട് എന്നും ഹൈക്കോടതി പറഞ്ഞു. ഇനി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത് മൂന്നാമത്തെ വിഷയമാണ്. അതായത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ സ്കൂളിന് ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ വസ്ത്രധാരണം നമ്മുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്ക് ഈ സ്കൂളിന്റെ യൂണിഫോം പോളിസിക്ക് മുകളിലായിട്ട് നമ്മുടെ ഈ മതത്തിന്റെ അനിവാര്യത എന്നുള്ള ഒരു കാര്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സിഖ് മതത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള തലപ്പാവ് ധരിക്കുക എന്നുള്ളത് അവരുടെ മതാചാര പ്രകാരമുള്ള ഒരു അനിവാര്യതയാണ്. അത് അവരുടെ മതപരമായിട്ടുള്ള അനിവാര്യത അഥവാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഇത് എന്നുള്ളത് സംശയലേശനന്യെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ശ്രീജിത്ത് ഇപ്പോൾ ആ വിദ്യാർത്ഥിയുടെ പക്ഷത്തല്ലേ നിൽക്കുന്നത്, സ്കൂളിന് വിരുദ്ധമായ നിലപാടല്ലേ പറയുന്നത്. അദ്ദേഹം പറയുകയാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വസ്ത്രധാരണം മതപരമായ അനിവാര്യതയാണ് എങ്കിൽ അത് സ്കൂളിന്റെ നിയമത്തെക്കാട്ടിലും മുകളിലായി ഉയർത്തിപ്പിടിക്കാനും അത് ധരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ട്. അത് സിഖുകാർക്ക് ഈ യൂണിഫോമിനോടൊപ്പം തന്നെ ടർബൻ ധരിക്കാനുമുള്ള അനുവാദം കിട്ടുന്നത് പോലെ തന്നെയാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഇതല്ലാതെ ഇവിടെയുള്ള ആരെങ്കിലും ആ സ്കൂളിന് അവർക്കൊരു യൂണിഫോം ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് ഇവിടെ ആരെങ്കിലും തർക്കിച്ചോ? ഇനി അതല്ല, ആ മുസ്ലിം വിദ്യാർത്ഥിനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അതിന് തോന്നുന്ന പോലെ ഏത് ഡ്രസ്സും ഇടാം. അവിടെ വെള്ളയാണ് യൂണിഫോം എങ്കിൽ ഒരു ദിവസം അത് കറുപ്പിടുന്നു, അതിന്റെ അടുത്ത ദിവസം അത് പച്ച ഇടുന്നു, അതിന്റെ അടുത്ത ദിവസം അത് മഞ്ഞ ഇടുന്നു എന്നതുപോലെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരാം, യൂണിഫോം പരിഗണിക്കുകയില്ല എന്നതായിരുന്നു പള്ളുരുത്തിലെ പ്രശ്നം. അല്ല, നേരെ മറിച്ച് മതപരമായി ആ കുട്ടിക്ക് അനിവാര്യമായ തലമറയ്ക്കുന്ന തട്ടമിടാനുള്ള അനുവാദം വേണം എന്നത് മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ശ്രീജിത്തിന്റെ വാദപ്രകാരം അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിയമപരമായി ഭരണഘടനാപരമായി ആ കുട്ടിക്ക് ഉണ്ടെന്ന് തന്നെയാണ് ശ്രീജിത്ത് പറഞ്ഞത്. എന്നാൽ ശ്രീജിത്ത് ഇവിടെ നടത്തുന്ന ഗുരുതരമായ കൃത്രിമമായ വ്യാജമായ പരിപാടി എന്താ? അത് തുടർന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എന്നാൽ ഇവിടെ ഇസ്ലാം മതം അനുശാസിക്കുന്ന അല്ലെങ്കിൽ അത് പിന്തുടരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ മതപരമായിട്ടുള്ള അനിവാര്യതയിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഹിജാബ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്, അഥവാ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹിജാബ് ധരിക്കുന്നത്. മതപരമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള അനിവാര്യതയാണത് എന്ന് ഒരു മതഗ്രന്ഥത്തിലും പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതെല്ലാം തന്നെ കോടതികൾ പരിഗണിച്ചിരുന്നു. അത് വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം എന്നത് തന്നെ ഇത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയല്ല എന്നത് തന്നെയാണ്. ഇവിടെ ഒരു മനുഷ്യനും കാണിക്കാത്ത നെറുകെട്ട നാണമില്ലാത്ത ഒരു ഏർപ്പാടാണ്, വളരെ ഗുരുതരമായ മോശമായ കാര്യമാണ് ശ്രീജിത്ത് പണിക്കർ കാണിക്കുന്നത്. കാരണം 2018 ഇദ്ദേഹം തന്നെ കൊണ്ടുവരുന്ന ആ കേസ് ഫാത്തിമ തസ്നീം വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ കേസ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ജഡ്ജ്മെന്റ് മൊത്തം 10 പാരഗ്രാഫേ ഉള്ളൂ, 4 പേജ് മാത്രമേ ഉള്ളൂ. ആ 4 പേജിൽ ഈ 10 പാരഗ്രാഫിൽ 5ാമത്തെ പാരഗ്രാഫിലാണ് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് അങ്ങനെ അതിന്റെ ചില അഡ്മിനിസ്ട്രേഷന് കാര്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന റൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് അഡ്മിനിസ്റ്റർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വലി എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 5ാമത്തെ പാരഗ്രാഫിലാണ്. എന്നാൽ 4ാമത്തെ പാരഗ്രാഫിൽ എന്താ എഴുതിയിരിക്കുന്നത്? കാരണം ഇങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ശ്രീജിത്ത് പണിക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ കുറച്ച് ആരെയോ ഫോണിൽ വിളിച്ച് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് കയ്യിൽ പിടിച്ചിട്ട് പച്ച കളവാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം 5ാമത്തെ പാരഗ്രാഫിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ് പറയുമ്പോൾ 4ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കാണാം. ദിസ് കോർട്ട് ബൈ ജഡ്ജ്മെന്റ് ഇൻ അംന ബിന്ത് ബഷീർ വേഴ്സസ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ had taken a view that the right of a woman to have the choice of dress based on religious injunctions is a fundamental right protected under Article 25(1) of the Constitution of India,
when such prescription of dress is an essential part of the religion. Therefore, there may not be any difficulty to hold that it is the fundamental right of the petitioners to choose the dress of their own choice. ഇവിടെ മതപരമായി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 കീഴിൽ സംരക്ഷിക്കപ്പെടേണ്ട അതിന്റെ ഫണ്ടമെന്റൽ മൗലികമായ അവകാശമാണ് എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി റിലീജിയൻ. ആ മതത്തിലെ അനിവാര്യമായ കാര്യമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ എന്താ, ഹിജാബ് അനിവാര്യമാണ് എന്ന് ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല, ഒരു പണ്ഡിതന്മാരും പറയുന്നില്ല. കോടതി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു അത് ഞങ്ങൾക്കൊരു അനിവാര്യമായ കാര്യമല്ല എന്ന് പറയുമ്പോൾ, ഇവിടെ താങ്കൾ തന്നെ കാണിച്ച ഈ ഫാത്തിമ തസ്നീം കേസിൽ അതേ ജഡ്ജി തന്നെ, മുഹമ്മദ് മുഷ്താഖ് എന്ന് പറയുന്ന ജഡ്ജി അവിടെ പറയുന്നുണ്ടല്ലോ, മുമ്പ് ഞാൻ അംന ബിന്ദു ബഷീറിന്റെ കേസിൽ ഇതിൽ ഈ വിധി പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ വിധിയാണ് അംന ബിന്ദു ബഷീർ വേഴ്സസ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ആ കേസിന്റെ വിധി നമ്മൾ നോക്കിയാൽ മൊത്തം ഒരു 30 പാരഗ്രാഫ് ആണുള്ളത്. അതിന്റെ 21ാമത്തെ പാരഗ്രാഫ് മുതൽ ചർച്ച ചെയ്യുന്നത് ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കൊണ്ടുവരാനുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അവിടെ ഖുർആനിലെ 2 ആയത്തുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ ആയത്തിൽ ഇവിടെ പറയുന്ന ഈ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആ വസ്ത്രത്തിന്റെ വാക്കർത്ഥം കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി ഡിക്ഷണറികൾ കൊണ്ടുവരുന്നുണ്ട്, പണ്ഡിതന്മാരെ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അബൂദാവൂദിൽ നിന്നും തിർമദിയിൽ നിന്നും ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വിധികളുണ്ട്, അതിൽ ഫർദ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിക്ട്ലി ഒബ്ലിഗേറ്ററി ആണ് എന്നുള്ളതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും അവസാനം 29ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താ, താങ്കൾ പറഞ്ഞല്ലോ മതഗ്രന്ഥങ്ങളും അതേപോലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ ജഡ്ജ്മെന്റ് 29ാമത്തെ പേജിൽ കാണാം, thus the analysis of Quranic injunctions and the hadith would show that it is a fard to cover the head and wear the long sleeve dress except face part and exposing the body otherwise is forbidden. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുഖമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ മറയ്ക്കുക എന്നത് ഫർളാണ്, നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് എതിരായിക്കൊണ്ട് ആരെങ്കിലും ബാക്കി ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്നെങ്കിൽ അത് ഫോർബിഡൻ ആണ്, അത് ഹറാമാണ്. when farl is violated by any action opposite to farl, that action becomes forbidden. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം ഖുർആനിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഹദീസിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിന്റെ അർത്ഥം ഡിക്ഷണറിയിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ കാണിച്ച ഉടായ്പ് അത് ചെറിയ ഉടായ്പാണ്. ഈ 5ാമത്തെ പാരഗ്രാഫിലെ കാര്യം പറയാൻ അറിയുന്ന ആൾക്ക് 4ാമത്തെ പാരഗ്രാഫ് കാണാൻ പറ്റൂലേ? ആ 4ാമത്തെ പാരഗ്രാഫിൽ മുമ്പ് ഞാൻ ഇങ്ങനെ വിധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കേസ് നമുക്ക് സൈറ്റിൽ നോക്കിയാൽ കിട്ടൂലേ? അതെടുത്തിട്ട് അവിടെ ഖുർആൻ ഉണ്ടോ, ഹദീസ് ഉണ്ടോ, അവിടെ ഇസ്ലാമിക പ്രമാണങ്ങളുണ്ടോ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ നോക്കാതെ ഇങ്ങനെ വന്ന് പൊതുസമൂഹത്തില് ലജ്ജയില്ലാതെ ഗുരുതരമായ ഒരു ആരോപണം മുസ്ലിം സമൂഹത്തിനെതിരെയും മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെയും താങ്കൾ നടത്തിയത് വളരെ മോശമായി പോയി. ഒരു കാരണവശാലും താങ്കളെ പോലുള്ള ഒരാൾ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പരസ്യമായി താങ്കളുടെ ആ വീഡിയോകൾ പിൻവലിക്കുകയും ആ വിഷയത്തിൽ സമുദായത്തിനോടും സമൂഹത്തിനോടും താങ്കൾ പരസ്യമായി ക്ഷമ പറയണമെന്ന് താങ്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. താങ്കൾ സത്യസന്ധനാണെങ്കിൽ, താങ്കൾ ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, താങ്കൾ സാമൂഹ്യ നിരീക്ഷണവും രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെ നടത്തുന്നത് മനുഷ്യരുടെയും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് തെറ്റുപറ്റിപ്പോയി, ഞാനതൊന്നും പരിശോധിച്ചിട്ടല്ല പറഞ്ഞത്, ആരെയൊക്കെയോ ഫോണിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം താങ്കൾ ഇതൊക്കെ വായിച്ചതിന് ശേഷം താങ്കൾക്ക് സൗകര്യം പോലെ ചിലത് പറയുകയും ചിലത് മറച്ചു വെക്കുകയും ചെയ്തതാണെങ്കിൽ താങ്കൾ ഒരു വലിയ കപടനാണ്, താങ്കൾ ഒരു ഇന്റലക്ച്വലി വലിയ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും താങ്കൾക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്നുള്ള കാര്യം ഈ കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്.